മനുഷ്യരെ പരസ്പരം യോജിപ്പിക്കുന്നതിനും ഒന്നിപ്പിക്കുന്നതിനും വേണ്ടി നിങ്ങളുടെ വീക്ഷണങ്ങളെയും വൈദ്യക്കും നിങ്ങളുടെ റിസോർട്ടുകളെയും ഫോക്കസിലും നിങ്ങൾ പ്യൂരിഫൈ ചെയ്യുക, പരിശുദ്ധമാക്കുക, ശുദ്ധീകരിക്കുക എന്നാണ് ആ പറഞ്ഞത്. വേണമെങ്കിൽ എടുത്തോളി, വേണ്ടെങ്കിൽ കൈ അങ്ങനെ കഴുകി നടന്നോളി, മലമൂത്ര വിസർജനം കഴിഞ്ഞ് വന്നിട്ട് പുറത്തിട്ടും നടന്നോളി, ഏത് വേണമെങ്കിലും ചെയ്യാം. ഈ ലോകത്തിന് വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ആശയം വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. ഖുർആനിലേക്കുള്ള പാടാന്ന് പറഞ്ഞാൽ ഖുർആനിലേക്ക് ഈ ഒരു പാടുന്നില്ല, ഇതിന്റെ പാടാണ്. ഇനി എന്താ ഇതിലേക്ക് അപ്പുറം പാടാണ്. ഞാൻ പറഞ്ഞത് ഈ പായസത്തിൽ നിങ്ങൾ പറയുന്ന പായസത്താണെങ്കിൽ വൈദാ പായലു പായസത്തിന് നാലു വകവിന അരേഹി ആവാഹന സെക്ഷനായിട്ടുള്ള കാര്യമാണെങ്കിൽ വാപ്പാനെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യലാണോന്ന് ചോദിച്ചത്. വൈദാ പായലു പായസത്തിന് അവർ വല്ല പായസത്തും ചെയ്താലും നാലും അവർ പറയും വകവിന അരേഹി ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ട് ആവാഹന ഞങ്ങളുടെ വാപ്പാനൊക്കെ. വാപ്പാരും വലിയപ്പാരൊക്കെ മക്കളെ മുന്നിൽ വന്നിട്ട് ഇത് ചെയ്യണം തോന്നിയാൽ പായസത്തൊന്നും അതല്ല. ദിനയ്ക്ക് അതാണ് ഞാൻ പറയുന്നത്. ദിനയ്ക്ക് വരാൻ എത്ര വലിയ വിപ്ലവകരമായ ഒരു ആശയമാണ് ലോകത്തിന്റെ മുമ്പിൽ ദിനയിലൂടെ അവതരിപ്പിക്കുന്നത്. ഇന്ന് വരെ ഇരുട്ടി തപ്പല്ലേ, എന്താ ദാനി മുശരിക്കത്തിനെ കെട്ടുള്ളൂ, മുശരിക്കത്ത് ദാനിനെ കെട്ടുള്ളൂ. ആകെ പണ്ഡിതന്മാരൊക്കെ ദയം അങ്ങനെ പറയാം. അത് ഒരു വേറെ അങ്ങനെ ശരിയാകുള്ളൂ എന്നാണ് ആ പറഞ്ഞത്. കെട്ടല്ല, ഒരു തമ്മിൽ അങ്ങനെ യോജിക്കുള്ളൂ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വ്യാഖ്യാനത്തിണ്ടാക്കുക. ഒരു പെണ്ണിനെ നബി കെട്ടി, നബി സൈഡത്ത് വന്നിട്ട് പെണ്ണിന് നബിക്ക് കൊടുത്തു, എന്റെ ശരീരത്തെ നിനക്ക് തരാം എന്ന് പറഞ്ഞപ്പോ നബി അവൾക്ക് എവിടുന്ന് കിട്ടി? ഭാഷ പഠിച്ചിട്ടില്ല, പഠിക്കാതെയല്ല, ശ്രദ്ധിക്കാതെയാണ്. 9 മൂന്നൊക്കെ വരാനിരിക്കണുള്ളൂ. ഇപ്പൊ നിങ്ങൾ പറയുന്ന പെണ്ണെന്ന് വെച്ചോളിച്ചാലും 9 മൂന്നിനത്തിൽ നീൻ ഭാഗത്തിന് ഇഷ്ടങ്കഹ എന്ന് പറഞ്ഞ ഏത് ഭാഷ അറിയുന്ന പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിച്ചോളൂ. ഒരു ഫെയിലിന്റെ കൂടെ അരിഫും സീനും താവും കൂടിയാൽ തൊലബിനല്ലേ, ആവശ്യപ്പെടലല്ലേ എന്ന് ആരോട് ചോദിച്ചോളൂ നിങ്ങൾ. ഇസ്താഫറാന്ന് പൊറുക്കലിനെ തേടുക, ഇസ്തറാന്ന് സഹായം തേടുക, ഡിസ്റ്റൻസറാന്ന് സഹായം തേടുക, ഇസ്തൻസഹാന്ന് വിവാഹം ചെയ്യാൻ ആവശ്യപ്പെടുക. കൊലപാതക് ആ തെത്തറിയോട് കുറാൻ പറഞ്ഞ പാല് കൊടുക്കാൻ നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് ആവശ്യപ്പെടുക. ഇസ്തറ അല്ലാന്ന് എവിടെ? ഇതിന്റെ ഭാഷ അറിയണ്ടെന്ന് പറയുന്നത്. ഭാഷ അറിയണം, ഖുർആൻ അറിയണം, ഈ ഭാഷ നല്ലോണം അറിയണം. പിന്നെ എന്തെങ്കിലും നാട്ടിൽ കൂടി നടക്കേണ്ട ആശയങ്ങൾ വേണമെങ്കിൽ കിട്ടും ഖുർആൻ ഭാഷ എന്ന് പറയാറ്. പക്ഷെ ഖുർആനെ അറിയണമെങ്കിൽ ഭാഷ നല്ലോണം പറയും. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാലോ പിന്നെ വേണ്ട. ഇതിനെ ഞങ്ങള് മസൂദ് സാഹിബ് എപ്പോഴും പറയും, ഇത് ആകെ ഇതിന്റെ മദർ ബോർഡിനെ മാറ്റണം. ഇപ്പൊ പീഡിത മുഴുവൻ ഞാൻ പറയില്ല, ബിസ്മി മുതൽ വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്. ബിസ്മി പ്രശ്നമാണ്. അവര് പറയുന്നത് അവിടുത്തെ അരിപ്പ് കളഞ്ഞിട്ടാണ്. ബിസ്മിന്റെ അരിപ്പ് കളഞ്ഞു അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. എല്ലാം പോലെ ഒരു ക്ലാസ്സിൽ കയറി കേട്ടില്ല. അങ്ങനെ അരിപ്പിനെ കളയാൻ വകുപ്പുണ്ടോ എവിടെയെങ്കിലും? എന്നാ ഇത്ര ബിസ്മിന്ന് സൂറത്ത് അല്ല അല്ലെങ്കിൽ ഇത്ര ബിസ്മി അരിപ്പുണ്ടല്ലോ, അവിടെ എന്തിയല്ല കളയുന്നത്? അപ്പോ സഹോദരങ്ങളെ, ഖുർആൻ ഇതുകൊണ്ട് എന്താപ്പോ സൃഷ്ടിക്കപ്പെടുന്ന ഒരു നല്ല ലോകത്ത് സൃഷ്ടിക്കാൻ കഴിയും. ഒരു നല്ല സംസ്കാര സമ്പന്നമായ അത്യുന്നതമായ അതിമഹത്തായ പരസ്പരം വെറുപ്പില്ല, വിദ്വേഷമില്ല, പകയില്ല, പട്ടിണി അടക്കുന്ന ഒരു സമൂഹം അവിടെയില്ല, യാചിക്കുന്ന ഒരു സമൂഹം അവിടെ ആ സൊസൈറ്റിയിൽ കാണില്ല, കുറ്റപ്പെടുത്തുന്നില്ല. അങ്ങനത്തെ അത് ഞാൻ പറയുന്നത്, അത് ആ തലത്തിലേക്ക് ഖുർആനിനെ കൊണ്ടുപോകണം. ആ തലത്തിലേക്ക് ഖുർആനിനെ കൊണ്ടുപോകുമ്പോൾ വമ്പിച്ച സംസ്കാരമുള്ള ഒരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിക്കാൻ കഴിയും. അങ്ങനെ ഒരു സമൂഹത്തെ പ്രവാചകൻ ഇവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പാണ് നമുക്കിവിടെ ആവശ്യം. നമ്മൾ ആദ്യം കുറ്റം പറയരുത്. നമ്മൾ ഒരു വ്യക്തികളെയും ഒരു സംഘടനയും നമ്മളെ വിഷയമില്ല, നമ്മളൊക്കെ സഹോദരങ്ങളാണ്. ഈ ഖുർആനിന്റെ അധ്യാപനം ആര് നടത്തിക്കോട്ടെ. ഇപ്പൊ എന്റെ അഭിപ്രായങ്ങൾ പറയും, എനിക്കങ്ങനെ എനിക്കിപ്പോ നിങ്ങൾ സംഘടന സംഘടിച്ചാലും ശരി, സംഘടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ 2 അഭിപ്രായങ്ങൾ വന്നു. സ്വന്തം നമ്മൾ മാത്രമുള്ള സംഘം എന്തായാലും എന്റെ ഖുർആൻ പഠിക്കണം എന്നല്ലാതെ ഈ മനുഷ്യന്മാർ ചെറുതാകരുത്. ഖുർആൻ കൊണ്ട് പിന്നെ എന്താ ലക്ഷ്യം, എന്താ നേടിയത്? ഞാൻ മനസ്സിൽ ഇങ്ങനെ ആകെ ഈ പ്രയാസപ്പെടും. എന്താണ് ഈ സമൂഹം ഖുർആൻ കൊണ്ട് നേടിയത്? ഒരു സീറ്റിൽ ഇരുന്നില്ല. എന്താണ് ഈ ഖുർആനിന്റെ പഠനമല്ലേ നമ്മുടെ ലക്ഷ്യം? അങ്ങനത്തെ ഒരു ലോകത്തേക്ക് മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരുന്ന മഹത്തായ ഒരു ഗ്രന്ഥം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ആയത്ത് ഞാൻ ആ സൂറത്ത് 5-6 പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. എന്നാലും ഞാൻ അവിടെ ഈ പുറത്തിലെ ഉജൂഹക്കും ഐഡിയക്കും ഇലൽ മറാഫിക്ക് എന്ന് പറഞ്ഞത്, ഇലൽ മറാഫിക്ക് നിങ്ങളുടെ മനസ്സുകളെ യോജിപ്പിക്കേണ്ടതിലേക്ക്, നിങ്ങളുടെ മനസ്സുകളെ റഫീക്കാക്കുന്നതിലേക്ക്, നിങ്ങളുടെ വീക്ഷണങ്ങളെയും ഐഡിയക്കും നിങ്ങളുടെ റിസോഴ്സസുകളെയും നിങ്ങളുടെ പിന്നെ ചിന്തകളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യണം? പ്യൂരിഫൈ ചെയ്യണം. ആ രൂപത്തിൽ നമ്മൾ മാറണം. അല്ലാതെ നിങ്ങൾ എന്ത് ഖുർആൻ പറഞ്ഞ കാര്യം? ആ രൂപത്തിൽ ഖുർആൻ ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരണം. ഇവിടെ നമ്മൾ രണ്ടില്ല, ഒരു മനസ്സാണ് നമ്മുടെ, ഒരേ ഒരു മനസ്സ്. ഈ ഒരു മനസ്സോടുകൂടി, ഒരേ ഒരു മനസ്സോടുകൂടി ആരും ആരെയും കുറ്റപ്പെടുന്നത്, ഈ ഒരു മനസ്സായിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നല്ല. അതാണ് ഞാൻ ആ ആയത്ത് വിശദീകരിക്കും. ഞാൻ ഈ അലംബറ കൈഫ എന്ന സൂറത്ത് ഇബ്രാഹിമിലെ പിന്നെ ഭൂമിയിൽ വേരുറച്ച ഒരു മരവും
അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു മരവും അടിയിൽ പേരില്ലാത്ത ഒരു വൃക്ഷത്തെയും ഉപമിച്ചുകൊണ്ട് ഈ ഖുർആനിലേക്കുള്ള ഒരു വെളിച്ചം തന്നുകൊണ്ട് അവസാനിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ രൂപത്തിൽ എന്റെ സഹോദരങ്ങൾ, എന്റെ സുഹൃത്തുക്കൾ, ഈ ഖുർആനിക പഠനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സാംസ്കാരികമായി വരണം. അത് ശരീരത്തിന്റെ ചില ഭാവപ്രകടനങ്ങളിലല്ല. കൈ എങ്ങനെ വെച്ചു, കാലെങ്ങനെ വെച്ചു, കൈ എത്ര ഡിഗ്രിയിലാണ് ഇളക്കുന്നത്, എത്ര ഡിഗ്രിയിൽ ഇളക്കുന്നില്ല എന്നൊന്നും ഖുർആന്റെ ചർച്ചയില്ല. എങ്ങനെ എത്ര ദിവസം ചോര വന്നു, അതിൽ കറുപ്പാണോ മഞ്ഞാണോ നീരാണോ എന്നൊന്നും ഖുർആന്റെ ചർച്ചയില്ല. സമൂഹത്തിൽ രക്തം ചിന്തരുത്, അത് ഖുർആന്റെ ചർച്ചയാണ്. സമൂഹത്തിൽ പട്ടിണി കിടക്കുന്നവനുണ്ടാകരുത്, അത് ഖുർആന്റെ ചർച്ചയാണ്. സമൂഹത്തിൽ ഗവൺമെന്റ് നാശമുണ്ടാക്കുന്നവൻ സമൂഹത്തിൽ ഉണ്ടാകരുത്, അത് ഖുർആന്റെ ചർച്ചയാണ്. അത് ഖുർആന്റെ മാനസികവും വൈജ്ഞാനികവും ആശയപരവുമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ വളർച്ച, അത് ഖുർആന്റെ ചർച്ചയാണ്. അത് ഖുർആൻ ആത്യന്തികമായി ചർച്ച ചെയ്യുന്നതാണ്. ഞാൻ പോരുമ്പോ മൗലവിയായിട്ട് സംസാരിച്ചു. മൗലവി നിങ്ങളെ നാട്ടിലെ എവിടെയെങ്കിലും ഈ ലിജാരിങ്ങളൊക്കെ ഹോമോസെക്ഷന് പോകുന്ന ആൾക്കാരുണ്ട്, താടി മീച്ചും വളർത്ത ആൾക്കാരുണ്ട്. യൂത്തിന്റെ സമൂഹം അവരെന്തൊക്കെ പേർത്തുന്ന ലിജാരനും ധോനി ജിസായിന്നല്ലേ. ലിജാൽ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല കറേജില്ല, നല്ല ധൈര്യമുള്ള, തന്റേടമുള്ള, മുന്നോട്ട് ചിന്തിക്കുന്ന ആളുകൾക്കാണ് ലിജാൽ എന്ന് പറയുന്ന ഖുർആനിൽ. അങ്ങനത്തെ ആളുകളെയാണ് അള്ളാഹു പ്രവാചകന്മാരായിട്ട് തെരഞ്ഞെടുക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനത്തെ ആളുകളെ എടുത്തിട്ടായിരുന്നു അവർ പോയിരുന്നതെന്നാണ്. ഈ നിസായിനെ വിട്ടിട്ട്, നിസാ എന്തോ ആട്ടെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം.